നമസ്കാരം. ചരിത്രം കഥയിലൂടെ എന്ന ഈ വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. അധികം ആർക്കും അറിയാത്ത, അധികം കേട്ടുകേൾവിയില്ലാത്ത ചരിത്ര സംഭവങ്ങൾ അധികം നീട്ടാതെ ഒരു കഥാരൂപത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ സീരീസിന്റെ ഉദ്ദേശം. വെൽക്കം ടു ദ വീഡിയോ. ഭൂമിയിൽ ചില സ്ഥലങ്ങളുണ്ട്, പ്രകൃതി മനുഷ്യന് പ്രവേശന വിലക്ക് കൽപ്പിച്ചിട്ടുള്ള ഇടങ്ങൾ. അത്തരമൊരു സ്ഥലമാണ് റഷ്യയിലെ യുറൽ പർവ്വതനിരകൾ. 1959 ഒരു ജനുവരി മാസം, മഞ്ഞ് പെയ്ത് വിറങ്ങലിച്ച് നിൽക്കുന്ന സോവിയറ്റ് യൂണിയൻ. അവിടെ ഈഗോർ ഡ്യാത്ലോവ് എന്ന 23-കാരൻ്റെ നേതൃത്വത്തിൽ 10 പേർ ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു. എല്ലാവരും ഊർജ്ജസ്വലരായ ചെറുപ്പക്കാർ, സ്കീയിങ്ങിലും പർവ്വതാരോഹണത്തിലും മിടുക്കർ. യാത്ര തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്കകം ഗ്രൂപ്പിലെ അംഗമായ യൂറിയൂഡിന് കഠിനമായ സന്ധിവേദന അനുഭവപ്പെട്ടു. ഗതികേടുകൊണ്ട് അയാൾക്ക് പാതി വഴിയിൽ മടങ്ങേണ്ടി വന്നു. കൂട്ടുകാരെ കെട്ടിപ്പിടിച്ച് യാത്രയാക്കുമ്പോൾ യൂറി അറിഞ്ഞിരുന്നില്ല താൻ കെട്ടിപ്പിടിക്കുന്നത് ജീവനുള്ള മനുഷ്യരെയല്ല, മറിച്ച് നടന്നു നീങ്ങുന്ന മൃതദേഹങ്ങളെയാണെന്ന്. ബാക്കിയുള്ള 9 പേർ മരണത്തിന്റെ മല എന്ന് വിളിക്കപ്പെടുന്ന ഹൊലാത് സ്യാക്ലിലേക്ക് നടന്നു നീങ്ങി. ഫെബ്രുവരി 1. നേരം ഇരുട്ട് തുടങ്ങുന്നു. അതിശക്തമായ കാറ്റും മഞ്ഞുവീഴ്ചയും കാരണം അവർക്ക് വഴിതെറ്റി. മലയുടെ മുകളിൽ ഒരു തുറസായ സ്ഥലത്ത് അവർ ടെൻ്റടിക്കാൻ തീരുമാനിച്ചു. തൊട്ടടുത്തൊരു കിലോമീറ്റർ മാറിയാൽ സുരക്ഷിതമായ വനമേഖല ഉണ്ടായിരുന്നു. എന്നിട്ടും അവരെന്തിന് ആ അപകട മേഖല തിരഞ്ഞെടുത്തു? ഇന്നും അത് ആർക്കും അറിയില്ല. അന്ന് രാത്രി ടെൻറ്റിനുള്ളിൽ അവർ ചിരിക്കുകയും പാട്ടുപാടുകയും ഡയറി എഴുതുകയും ചെയ്തു. അവസാനമായി അവർ കഴിച്ചത് കുറച്ച് മാംസവും റൊട്ടിയുമാണ്. രാത്രി ഏകദേശം 10 മണി കഴിഞ്ഞിട്ടുണ്ടാകും. എല്ലാവരും ഉറക്കത്തിലേക്ക് വഴുതി വീണു. പെട്ടെന്ന് എന്തോ ഒന്ന് സംഭവിച്ചു. സാധാരണ ഒരു അപകടമാണെങ്കിൽ മനുഷ്യൻ ടെന്റിന്റെ സിബ് തുറന്ന് പുറത്തിറങ്ങും. എന്നാൽ അവിടെ നടന്നത് മറ്റൊന്നാണ്. അകത്തു നിന്ന് അവർ കത്തി ഉപയോഗിച്ച് ടെന്റ് കീറി മുറിച്ചു. ഷൂ ധരിക്കാനോ വസ്ത്രം മാറാനോ അവർ നിന്നില്ല. -30 ഡിഗ്രി തണുപ്പിലേക്ക് വെറും അടിവസ്ത്രത്തിലും സോക്സിലും അവർ പ്രാണരക്ഷാർത്ഥം ഓടി. എന്തിനെ ഭയന്നാണ് അവർ അത്രയും വേഗത്തിൽ പുറത്തേക്ക് ചാടിയത്? ദിവസങ്ങൾ കഴിഞ്ഞു. അവരെ കാണാതായതോടെ സൈന്യം തിരച്ചിൽ തുടങ്ങി. ആദ്യം കണ്ടത് മഞ്ഞിൽ പകുതി മൂടിയ ആ കീറിയ ടെന്റാണ്. അവിടെ നിന്നും താഴേക്ക് 9 ജോഡി പാദമുദ്രകൾ. ചിലർ നഗ്നപാതരായി നടന്നതിന്റെ അടയാളങ്ങൾ. 1.5 കിലോമീറ്റർ താഴെ ഒരു വലിയ ദേവദാരു മരത്തിനു ചുവട്ടിൽ ആദ്യത്തെ 2 മൃതദേഹങ്ങൾ കണ്ടെത്തി. വെറും അടിവസ്ത്രം മാത്രം ധരിച്ച നിലയിൽ. അവരുടെ കൈകൾ മുറിഞ്ഞിരുന്നു, മരത്തിൽ കയറാൻ ശ്രമിച്ചതുപോലെ. പിന്നീടുള്ള കണ്ടെത്തലുകൾ കൂടുതൽ ഭയാനകമായിരുന്നു. ഈഗോർ ഡാത്ലോവിന്റെ മൃതദേഹം ടെന്റിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുന്ന രീതിയിലാണ് കിടന്നിരുന്നത്. എന്നാൽ ഏറ്റവും വിചിത്രം അവസാനത്തെ 4 പേരുടെ മൃതദേഹങ്ങളായിരുന്നു. ഒരു വലിയ കുഴിയിൽ മഞ്ഞിൽ പുതങ്ങ നിലയിലായിരുന്നു അവർ. പുറമേ മുറിവുകളില്ല, എന്നാൽ അവരുടെ വാരിയെല്ലുകളും തലയോട്ടിയും തകർന്നിരിക്കുന്നു. ഒരു അതിശക്തമായ കാറിടിച്ചാൽ സംഭവിക്കുന്ന തരത്തിലുള്ള ആഘാതം. പല കഥകൾ പ്രചരിച്ചു. ആ മലനിരകളിൽ വസിക്കുന്ന യതി എന്ന മഞ്ഞുരൂപിയാണെന്നും അതല്ല സോവിയറ്റ് സൈന്യം രഹസ്യമായി പരീക്ഷിച്ച മിസൈലുകൾ അവരുടെ തലയ്ക്ക് മുകളിൽ പൊട്ടിത്തെറിച്ചതാണെന്നും ആളുകൾ വിശ്വസിച്ചു. മറ്റൊരു വിഭാഗം പറയുന്നത് ഇൻഫ്രാസൗണ്ട് എന്ന പ്രതിഭാസത്തെക്കുറിച്ചാണ്. മലനിരകളിൽ കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രത്യേകതരം ശബ്ദം മനുഷ്യന്റെ തലച്ചോറിനെ വിഭ്രാന്തിയിലാക്കും. അവർക്ക് ഭ്രാന്ത് പിടിച്ച് പരസ്പരം ആക്രമിച്ചതാകാമെന്നും കരുതപ്പെടുന്നു. 2020 റഷ്യൻ സർക്കാർ ഈ കേസ് വീണ്ടും അന്വേഷിച്ചു. ഇതൊരു പ്രത്യേകതരം മഞ്ഞിടിച്ചിലാണെന്ന് അവർ വിധിയെഴുതി. രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ മഞ്ഞ് പാളികൾ ടെന്റിന് മുകളിലേക്ക് വീണെന്നും ആ പരിഭ്രഭ്രാന്തിയിൽ അവർ പുറത്തേക്ക് ഓടിയതാണെന്നും സർക്കാർ പറയുന്നു. പക്ഷേ ഇന്നും പല ചോദ്യങ്ങളും ബാക്കിയാണ്. പരിചയസമ്പന്നരായ ആ സാഹസികർ എന്തിനാണ് മഞ്ഞിടിച്ചിൽ സാധ്യതയുള്ളയിടത്ത് ടെന്റ് അടിച്ചത്? മഞ്ഞിടിച്ചിലാണെങ്കിൽ വസ്ത്രങ്ങളിൽ റേഡിയേഷൻ വന്നതെങ്ങനെ? 65 വർഷങ്ങൾക്കിപ്പുറവും ഹൊലാത് സ്യാക്ലിലെ കാറ്റ് ആ 9 പേരുടെ നിലവിളികൾ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ചില രഹസ്യങ്ങൾ കാലം കാത്തു സൂക്ഷിക്കുന്നത് പുറം ലോകം അറിയാതിരിക്കാനാണ്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ നിർദ്ദേശങ്ങളും ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക് വലിയ സഹായമായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ യാത്രാവിശേഷങ്ങൾക്കും കഥകൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.